ഭയങ്കര കോമഡിയാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തൊരു ഗോസ്വാമിയാണോ അർണാബ് ഗോസ്വാമി പോലും. പുള്ളിയും ഒരു മാധ്യമപ്രവർത്തകനാണെന്ന്. പുള്ളി റിപ്പബ്ലിക്കൻ ടി വി എന്നാണ് പുള്ളിയുടെ ടി വിയുടെ പേര്. നമ്മൾ സാധാരണ ഈ റിപ്പബ്ലിക് എന്നൊക്കെ കേൾക്കുന്നത് പരമാധികാര, സ്വതന്ത്ര, സത്യസന്ധത എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമായിട്ടാണ് ഈ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. സത്യത്തിൽ വെള്ളിടിയേക്കാൾ നിലവാരം കുറഞ്ഞ സംഗതികൾ എടുത്ത് വീശുക, അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താക്കൾ എടുത്ത് പലയിടങ്ങളിലും പോസ്റ്റ് ചെയ്യുക, വ്യാപിപ്പിക്കുക. എന്നിട്ടിപ്പോൾ വൈകുന്നേരമായപ്പോൾ മാപ്പ് പറയുക. തുർക്കിയിൽ കോൺഗ്രസ്സിന് ആപ്പീസുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഒരു മാധ്യമ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. ആ മാധ്യമ സുഹൃത്ത് അയച്ചു തന്ന വാർത്ത വളരെ രസകരമായ വാർത്തയാണ്. വളരെ മിടുക്കനായിട്ടാണ് സാക്ഷാൽ നമ്മുടെ അർണാബ് ഗോസ്വാമിയുടെ ഈ വാർത്ത പുറത്തു വന്നത്. I want to ask you something. What kind of business does your party have in Turkey? Did you know, viewers, the Congress party has a registered office in Turkey? That in 2019, Rahul Gandhi said that we must open a big office in Turkey, where a man called Mohammad Yusuf Khan was appointed to lead the extensive operations of the Congress party in Istanbul. I can understand if the Congress party has an office in Assam. I can understand if it is an office in Gujarat. But ladies and gentlemen, Rahul Gandhi, Sonia Gandhi needs to tell us why they want to have an office in Turkey. Apparently it is very important to build a large organization of the Congress party in Turkey. Something about the Congress party is not right. Yesterday they were asked a question about Turkey, and you should see the visuals when Jairam Ramesh and Pawan Khera. ഇതാണ് പുള്ളിയുടെ വാർത്ത. ഈ പോഴൻ്റെ ഈ വാർത്ത ഒത്തിരി കേട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിർത്തിക്കളഞ്ഞത്. പോഴൻ എന്നൊക്കെ പറഞ്ഞാലും വേണ്ടില്ല, ലോകത്തൊരിടത്തും ഇതുപോലൊരു മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ നടത്തുന്ന ഒരു നികൃഷ്ട ജന്മം ഉണ്ടാവില്ല. നമ്മുടെ യുക്തിവാദികൾക്കിടയിലെ ആരിഫ് ഹുസൈനും രവിചന്ദ്രനെയും പോലെയാണ് മാധ്യമരംഗത്തെ കോസാമിയുടെ വാർത്തയാണിത്. കോൺഗ്രസ്സിന് തുർക്കിയിൽ ആപ്പീസുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താ, അവിടെ കണ്ടൊരു ബോർഡ് വെച്ചിരുന്നു, കോൺഗ്രസ് ആപ്പീസെന്ന്. ഇവിടെ കേരളത്തിൽ എവിടെല്ലാം സ്ഥലങ്ങളിൽ ദുബായ് സെൻറ്റർ, ദുബായ് ഹോട്ടൽ, അതുപോലെ തന്നെ ഒമാൻ ഹോട്ടൽ, പിന്നെ അതുകൂടെ നേപ്പാളി റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കടകളുണ്ട്, എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്. ഇനി ഈ പറയുന്ന എന്താ അർണാബ് ഗോസ്വാമി കേരളത്തിൽ വന്നാൽ കേരളത്തിലാണോ ലോകത്തിലെ മുഴുവൻ കോൺഗ്രസ്സും ഉള്ളതെന്ന് തോന്നിപ്പോകും. കാരണം ഇപ്പോൾ CPMൻ്റെ പാർട്ടി എന്താ പറയുന്നത്, പാർട്ടി കോൺഗ്രസ് വരുന്ന സമയത്ത് പാർട്ടി കോൺഗ്രസ് എന്ന് അവരെല്ലായിടും എഴുതി വെക്കും. അത് അവരുടെ ആവശ്യമാണ്, അവരെഴുതി വെക്കുന്നത്. അവരുടെ പാർട്ടി കോൺഗ്രസ് എന്നാണ് അവരുടെ പരിപാടിയുടെ പേര്. ഇത് അവിടുത്തെ ഏതോ ഒരു കൺവെൻഷൻ സെൻറ്ററിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരാൾ നിന്നിങ്ങനെ കാച്ചുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് തുർക്കിയിൽ ആപ്പീസ്? ഇപ്പോൾ തുർക്കി ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റാണ്. തുർക്കിയുമായിട്ട് രാഷ്ട്രീയപരമായി രാജ്യത്തിന് എന്തെങ്കിലും തർക്കമുണ്ട്, അത് രാജ്യം തീർക്കണം, അതിൽ നിലപാടെടുക്കണം, ജനങ്ങൾ ആ വികാരത്തോടൊപ്പം നിൽക്കണം. പക്ഷേ ഈ പറയുന്നത് പോലെ പിന്നെ എല്ലാവർക്കും തുർക്കിയിൽ എന്താണുള്ളത് ഇതാണ്. എന്നാൽ ഈ കോസാമി ഇറക്കുന്ന വാർത്ത, ഇത് കോസാമിയാണ് ഇറക്കുന്നതെന്നെങ്കിലും വിചാരിക്കണ്ടേ. അത് BJPയുടെ IT സെല്ലിൻ്റെ മേധാവിയൊക്കെ എടുത്താണ് അതെല്ലായിടവും പ്രചരിപ്പിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മുടെ സുബൈർ ഇത് പൊളിച്ചു. ഇത് പൊളിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സത്യസന്ധമല്ല എന്ന് പറഞ്ഞിട്ട് സുബൈർ ഇത് ട്വീറ്റ് ചെയ്തു. എന്ന് മാത്രമല്ല, സുബൈർ എന്ത് ചെയ്തു, വേറൊരു 2018 ഒരു പടവും പുറത്തു വിട്ടു. സീനിയർ ഇന്ത്യൻ BJP ലീഡർ വിജയ് ജോളി വിത്ത് ഹോണറബിൾ പ്രസിഡന്റ് ഓഫ് തുർക്കി റെസിപ്പ് തയ്യിബ് എർദോഗാൻ വിത്ത് സാഫ്രോൺ ലോട്ടസ് സ്കാർഫ് അറ്റ് പ്രസിഡൻഷ്യൽ പ്ലേസ് അറ്റ് അങ്കാര തുർക്കി റീസെൻ്റ്ലി. ഇത് 2018 അങ്കാറയിൽ വെച്ച് ഇദ്ദേഹത്തിന് ഇട്ടുകൊടുത്തിരിക്കുന്ന പടവും ഇട്ടുകൊടുത്തുകൊണ്ട്. എന്ന് മാത്രമല്ല, ഈ സംഭവം എന്താണ് എന്നുള്ളത് വാർത്താഭാരതി അടക്കമുള്ളവർ പുറത്തുവിട്ടു, ഫാക്ട് ചെക്ക് ചെയ്തിട്ട്. സുബൈർ പറഞ്ഞത് എന്താണെന്നറിയോ, അർണാബ് ഷോസ് ഇസ്താൻബുൾ കോൺഗ്രസ് സെൻറ്റർ ആൻഡ് ക്ലെയിംസ് ടു ബി കോൺഗ്രസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവിടെയുണ്ട്. ആ കോൺഗ്രസ് സെൻറ്ററിൻ്റെ പിക്ചറും ഉണ്ട്. ഇസ്താൻബുൾ കോൺഗ്രസ് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. അതിനെയാണ്
ഈ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ തുർക്കി ആപ്പീസ് എന്നും പറഞ്ഞ് അളിയൻ പുറത്ത് വിട്ടത്. എന്നിട്ട് സന്ധ്യയായപ്പോഴോ ആൻ ഇൻകറക്റ്റ് ഇമേജ് വാസ് ഇൻഅഡ്വർട്ടൻ്റ്ലി യൂസ്ഡ് erroneously depicting a building as the Congress office in Turkey by a video editor on digital disk due to technical error. The image had no connection to the content or context of the said video. This clip was not broadcast on Arnab Goswami's debate show on 15th May 2025 or thereafter was not taken on air. Was said erroneous image in any way related to the subject matter being discussed. The inadvertent error occurred after the live show ended and was carried on the digital platform. The moment it was brought to our attention, it was promptly rectified. We sincerely, unconditionally regret the error. അതായത് അത് അറിയാതെ കാണിച്ചതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ വേറൊരു സ്ഥാപനത്തിൻ്റെ പടം മാറിപ്പോയതാണ്. അത് അർണാബ് ഗോസ്വാമിയായിട്ടൊരു ബന്ധവുമില്ല. പുള്ളി പറഞ്ഞ വാർത്തയിൽ അത് കാണിക്കേണ്ടതല്ലായിരുന്നു. ആ ഷോ കഴിഞ്ഞപ്പോൾ ആരോ എഡിറ്റ് ചെയ്യുന്നവരെടുത്ത് കാണിച്ചതാണ്. ഏതായാലും അത് ഞങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നാണമില്ലേ എന്ന് ചോദിച്ചാൽ നാണമെന്ന വാക്കിന് ചിലപ്പോൾ നാണം വരും എന്നുള്ളതുകൊണ്ടും, ലജ്ജയില്ലേ എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഉണ്ടാകുമെന്നും, കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണോ എന്ന് ചോദിച്ചാൽ കാണ്ടാമൃഗം കേസ് കൊടുക്കും എന്നുള്ളതുകൊണ്ടും ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അർണാബ് ഗോസ്വാമി ആരിഫ് ഹുസൈനെ പോലെ ഇങ്ങനെ ജീവിച്ചു പൊക്കോട്ടെ, ഇതൊക്കെ പറഞ്ഞു.